തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് ജനകീയ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തും. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് സൂചന. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കും. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയിൽ 1 ഗഡു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അനുവദിക്കും. ശമ്പള പരിഷ്കരണത്തിനുള്ള നടപടികളും ഉണ്ടാകും എന്നാണ് വിവരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭക്ഷ്യക്കിറ്റായിരുന്നെങ്കിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ കേശ് നിറയ്ക്കലാണ് LDFന്റെ തുറുപ്പുചീട്ട്. ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ 3ാം തുടർഭരണമെന്ന ചരിത്ര നേട്ടം എത്തിപ്പിടിക്കാവുന്ന പ്രതീക്ഷയിലാണ് സർക്കാരിന്റെ നീക്കങ്ങൾ. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. നിലവിൽ 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള ചർച്ചകളായിരിക്കും എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്നതിൽ അന്തിമ തീരുമാനമാകുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ 2500 രൂപയാക്കുന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യഘട്ട വർധനവ് ഒക്ടോബർ തന്നെ പ്രഖ്യാപിക്കും. നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ വർദ്ധിപ്പിച്ച പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കാനാണ് ധാരണ. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയിൽ 1 ഗഡുവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൽകും. 4% DA അനുവദിക്കുന്നതാണ് പരിഗണനയിലുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ച പ്രഖ്യാപനവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകും. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്ന തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനവും നടപ്പിലാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. പങ്കാളിത്ത പെൻഷന് പകരം ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടാകും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനവും ഉടനുണ്ടാകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെയോ സെക്രട്ടറിതല കമ്മിറ്റിയോ നിയോഗിക്കുന്നതാണ് ധനവകുപ്പിന്റെ പരിഗണനയിലുള്ളത്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ തന്നെ വേണമെന്ന നിർബന്ധത്തിലാണ് CPIMന്റെ സർവീസ് സംഘടനകൾ. ഈ ആവശ്യമുന്നയിച്ച് സർവീസ് സംഘടനകൾ പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കാനാണ് സാധ്യത. നവംബറോടെ പ്രഖ്യാപിച്ച് 2026 ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന തരത്തിലാണ് ശമ്പള പരിഷ്കരണ തീരുമാനം നടപ്പിലാക്കുക. മറ്റ് ചെലവുകളെല്ലാം മാറ്റിവെച്ച് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ക്ഷേമപ്രവർത്തനങ്ങളിൽ വൻ നിക്ഷേപം നടത്താനാണ് സർക്കാരിന്റെ നീക്കം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷേമപ്രവർത്തനങ്ങൾ ലഭിച്ച വലിയ അംഗീകാരമാണ് ഈ ദിശയിൽ ചിന്തിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.